പ്രിയ ദൈവജനമേ, അമ്മ വഴിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങി. യേശുവിന്റെ ജനനത്തിനു മുമ്പ് സ്വപ്നത്തിലൂടെ സംസാരിച്ച ദൂതൻ വീണ്ടും ജോസഫിനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. പിതാവായ ദൈവം ജോസഫിന്റെ കരങ്ങളിലാണ് യേശുവിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ജോസഫ് അത് കൃത്യമായി നിറവേറ്റുന്നതായി നാം കാണുന്നുണ്ട്. ദൂതൻ സ്വപ്നത്തിൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. യേശുവിന്റെ ജനനത്തിനു മുമ്പ് നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് പൂർണ്ണഗർഭിണിയായ മറിയത്തോടൊപ്പം യാത്ര ചെയ്തെങ്കിൽ ഇപ്പോഴിതാ അവിടുത്തെ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ദൂതൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ബത്ലഹേമിലേക്കുള്ള യാത്ര രാജകൽപ്പന അനുസരിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ ആയിരുന്നെങ്കിൽ ഇതാകട്ടെ യേശുവിന്റെ സംരക്ഷണത്തെ മുൻനിർത്തിയുള്ള ഒളിച്ചോട്ടത്തിനാണ് ദൂതൻ കൽപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒളിച്ചോടാൻ പറയുന്നത് എന്ന് ദൂതൻ തന്നെ പറയുന്നുണ്ട്. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷണം തുടങ്ങും. അതിനുമുമ്പ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് രക്ഷപ്പെടുവാനാണ് ദൂതൻ നിർദ്ദേശിക്കുന്നത്. എത്ര നാൾ എന്ന് ഇപ്പോൾ നിശ്ചയമില്ല. ദൂതൻ പറഞ്ഞു, ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ദൂതന്റെ വാക്കുകൾ കൃത്യതയോടുകൂടെ അനുസരിക്കാൻ ജോസഫ് തയ്യാറാകുന്നു. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ദൂതൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജോസഫ് പരിശുദ്ധ മറിയത്തെ അറിയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയം മുതൽ പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം ഏതു വിധത്തിൽ അസ്വസ്ഥമായിരിക്കുന്നുവെന്ന് നാം ഒന്ന് ചിന്തിക്കണം. ശിമയോന്റെ പ്രവചനത്തിലൂടെ പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിൽ ചേർത്തുവെച്ച വാൾമുന ഹൃദയത്തിലേക്ക് തറഞ്ഞിട്ടുണ്ടാകാം. തന്റെ കുഞ്ഞിനെയും മാനവകുലത്തിന്റെ മുഴുവനും രക്ഷയെപ്രതി പരിശുദ്ധമ്മ കുഞ്ഞിനെയും കൊണ്ട് ജോസഫുമൊത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ മാതാവിന്റെ രണ്ടാം വ്യാകുലമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സമയത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തുടിപ്പുകൾ നാം ഓർക്കേണ്ടതാണ്. ഏതമ്മയ്ക്കാണ് ഇപ്രകാരം കടന്നുവരുന്ന അനുഭവങ്ങളെ ആകുലതകളില്ലാതെ നേരിടാനാവുക? രക്ഷകനെ പ്രതി വീണ്ടും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ വ്യാകുലങ്ങളെ ഓർക്കുമ്പോൾ ഇതെല്ലാം വേദനകൾക്ക് ആശ്വാസം പകരില്ലേ? യേശുവിനെ ഗർഭം ധരിക്കാൻ ദൂതന് സമ്മതം നൽകുമ്പോൾ തന്റെ മരണം പോലും മുന്നിൽ തെളിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എല്ലാം അതിജീവിച്ച് ശിശുവിന് ജന്മം നൽകിയപ്പോൾ ആ ശിശുവിനും സംരക്ഷണമില്ലായ്മയായിരിക്കുന്നു. എങ്ങനെ ആ ഹൃദയം വേദനിക്കാതിരിക്കും? എന്നാൽ ഇതെല്ലാം പ്രവചനങ്ങളിൽ ഉള്ളതാണ് സംഭവിക്കുന്നത് എന്ന് മറിയം അറിയുന്നുണ്ടോ? ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഈജിപ്തിലേക്കുള്ള യാത്ര ഹോശേയ പ്രവാചകന്റെ ഈ വചനം പൂർത്തീകരിക്കുന്നു. ജ്ഞാനികളുടെ കൊട്ടാര സന്ദർശനത്തോടെ യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്നുള്ള അന്വേഷണവുമായി ഹെറോദേസ് രാജാവ് അസ്വസ്ഥനാകാൻ തുടങ്ങിയിരിക്കുന്നു. തന്റെ രാജാധികാരം നഷ്ടപ്പെടുത്തുവാൻ ഭയപ്പെട്ടു. എന്നാൽ യേശു ഭൗമികനായ രാജാവല്ലെന്നുള്ള സത്യമൊട്ടും അവൻ അറിയില്ല. കാരണം വേദഗ്രന്ഥങ്ങളോ
നിയമങ്ങളോ അറിയാത്ത തികച്ചും ഭൗമികനായ രാജാവായിരുന്നു ഹെറോദേസ്. കൊട്ടാരത്തിൽ നിന്നും ജ്ഞാനികളെ പറഞ്ഞുവിടുമ്പോൾ ഹെറോദേസ് അവരോട് പറഞ്ഞിരുന്നു, ബത്ലഹേമിൽ പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. എന്നാൽ ജ്ഞാനികൾ അവർക്ക് ലഭിച്ച മുന്നറിയിപ്പ് പ്രകാരം യേശുവിനെ കണ്ട് ആരാധിച്ചതിനു ശേഷം അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഹെറോദേസ് രാജാവ് ജ്ഞാനികളെയും പ്രതീക്ഷിച്ച് കാത്തിരിപ്പ് തുടങ്ങി. ഹെറോദേസിന്റെ ഉള്ളിൽ തിങ്ങിയിരുന്ന ഭയപ്പാടും തന്റെ നഷ്ടപ്പെടാൻ പോകുന്ന രാജാധികാരത്തെക്കുറിച്ചുള്ള അറിവും അവനെ ക്രൂരതയിലേക്ക് കൊണ്ടെത്തിച്ചു. ജ്ഞാനികളെ കാത്തിരുന്ന് മടുത്തതോടെ ഹെറോദേസ് രോഷാകുലനായി. ഹെറോദേസ് തന്റെ രാജ്യത്വം ഉറപ്പിക്കാൻ ജ്ഞാനികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയുമുള്ള വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. അങ്ങനെ തന്റെ രാജ്യത്വം ഉറപ്പിക്കാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ അരുംകൊല ചെയ്ത ഹെറോദേസ് ചരിത്രത്തിൽ കുപ്രസിദ്ധി നേടി. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ മുറവിളിയും കരച്ചിലും ഇന്നും പ്രപഞ്ചം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ജീവനു വേണ്ടി ഹെറോദേസ് നടത്തിയ ക്രൂരതയിൽ അനേകം കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ചു. ഇന്നും ലോകം മുഴുവൻ ക്രിസ്മസ് ദിനം ആഘോഷിക്കുമ്പോൾ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നുണ്ട്. രാജ്യത്വം ഉറപ്പിക്കാൻ പരിശ്രമിച്ച ഹെറോദേസും മരിച്ചു. അവന്റെ മരണം വരെ ജോസഫും പരിശുദ്ധ മറിയവും യേശുവും ഈജിപ്തിൽ തന്നെ താമസിച്ചു. അങ്ങനെ പ്രവാചക വചനം അന്വർത്ഥമായി. ബത്ലഹേമിൽ പിറന്നിരിക്കുന്ന കുഞ്ഞ് തന്റെ സിംഹാസനത്തിന് ഒരു ഭീഷണിയായി തീർന്നേക്കുമെന്നായിരുന്നു പെട്ടെന്ന് ഹെറോദ്യസിന് ഉണ്ടായ ശങ്ക. റോമാക്കാരുടെ അധീനതയിൽ ആണെങ്കിലും യൂദയായുടെ രാജാവായി വാണുകൊണ്ടിരുന്ന വേളയിൽ യഹൂദർക്ക് മറ്റൊരു ഭരണാധിപൻ പിറന്നിരിക്കുന്നു എന്നോ ജെറുസലം മുഴുവനും അയാളോടുകൂടി ഞെട്ടിപ്പോയി. ആ കുട്ടിയുടെ ജനനമാകട്ടെ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിക്കപ്പെട്ടതുമാണ്. സത്യത്തിനെതിരായുള്ള ലോകത്തിന്റെ കപടമുഖം തെളിഞ്ഞു വരുന്നത് ഇവിടെയാണ്. ഹെറോദേസ് ഗൗരവപൂർവം ചിന്തിച്ച്, നിങ്ങൾ പോകുവിൻ, കുഞ്ഞിനെ ആരാധിച്ച ശേഷം എന്നെയും വന്ന് വിവരം അറിയിക്കുക. ഞാനും പോയി ആ രാജാവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. അയാൾ ആ സത്യാന്വേഷികളെ പറഞ്ഞയച്ചു. കാപട്യം മറച്ചുവെക്കപ്പെട്ട മധുരമായ വാക്കുകൾ. നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും അതേസമയം സർപ്പങ്ങളെപ്പോലെ വിവേകശാലികളും ആയിരിക്കുവിൻ എന്നാണ് ദിവ്യനാഥന്റെ ഉപദേശം. മോഹനങ്ങളായ വാഗ്ദാനങ്ങൾ, ആകർഷകമായ പരസ്യങ്ങൾ, മനോഹരങ്ങളായ പുറംചട്ടയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ എത്രയോ നിഷ്കളങ്ക ഹൃദയരെയാണ് ദൈവത്തിൽ നിന്നും അകറ്റുന്നത്. യുവജനങ്ങളെ സന്മാർഗ വിരുദ്ധരും ദുർമാർഗികളുമാക്കി തീർക്കുന്നതിന് പര്യാപ്തമായ വിഷയമുള്ള ഭോജ്യങ്ങളെ വേർതിരിച്ചറിയുവാൻ എത്രയോ ചുരുക്കം പേർക്കാണ് കഴിയുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് പല നല്ല ആളുകളും വഞ്ചിതരാകുന്നത്. എന്റെ ജീവിതം എന്റേതാണ്, അത് നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെ എന്നുള്ള മിഥ്യാഭിമാനത്തോടെ പ്രവർത്തിക്കുന്നവർക്കാണ് അധികവും തെറ്റുപറ്റുക. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംവിധായകൻ, സർവശക്തനും സർവജ്ഞാനവും സർവവ്യാപിയുമായ ദൈവം ആണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കെണിയിൽ വീഴുകയില്ല. ഹെറോദേസിന്റെ ചതിവിൽ ആ വിജ്ഞാനികൾ അകപ്പെട്ടില്ല. അവർ മറ്റൊരു വഴിയെ
തിരികെ പോയതുകൊണ്ട് ഹെറോദേസ് തന്നെയാണ് കബളിപ്പിക്കപ്പെട്ടത്. ഹെറോദേസിനെ പോലെ ആദ്യം ചതിവിലും പിന്നീട് പ്രത്യക്ഷമായും ക്രിസ്തുവിനെ ദ്രോഹിക്കുവാൻ ഒരുമ്പെട്ട വമ്പന്മാർ അനേകരെ ലോകം കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ എതിർത്തവർ താൽക്കാലികമായി ചിലപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ഏതാനും വിശ്വസ്ത ദാസരെ നിഗ്രഹിച്ചപ്പോൾ തങ്ങൾ വിജയിച്ചു എന്ന് കരുതിയ എല്ലാ ഭരണാധികാരികളും ഒടുവിൽ തങ്ങളുടെ മൗഢ്യത മനസ്സിലാക്കി കാലത്തിന്റെ വളർച്ചയിൽ സോഷ്യലിസവും മതവും കൂടി ഒന്നിച്ചു പോകുവാൻ അസാധ്യമാണ്. നമ്മുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് നമ്മുടെ പുരോഹിതന്മാരാണ്. ഇവരോട് പകരം ചോദിക്കുവാൻ എനിക്ക് സമയം കിട്ടും. ക്രിസ്തു മതത്തെ വേരോടും ശിഖരത്തോടും കൂടെ ഞാൻ ജർമ്മനിയിൽ നിന്ന് തൂത്തുകളയും. ആരും എന്നെ അതിൽ നിന്ന് തടയുകയില്ല. ലോകത്തെ കിടുകിടാം വിറപ്പിച്ച ഹിറ്റ്ലറുടെ ഈ വാക്കുകൾ നിറവേറിയോ? ഇറ്റലി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരിവർത്തനവാദിയും നിരീശ്വരവാദിയുമായ മുസോളിനി പറഞ്ഞു, മാർപ്പാപ്പ ഇന്ന് ഈ ലോകത്തിന് ക്യാൻസറാണ്. താമസിയാതെ മാർപ്പാപ്പയെ ഇറ്റലിയിൽ നിന്ന് നാടുകടത്തും. ക്രിസ്തുവിന്റെ പിൻഗാമിയും സഭയുടെ കാണപ്പെട്ട തലവനുമായിരുന്നു പരിശുദ്ധ പിതാവ് 7-ാം പിയൂസ് പാപ്പ. പാപ്പയെ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിലാക്കിയ നെപ്പോളിയൻ തടവുകാരനായി. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും എതിരായി ആരും പ്രവർത്തിക്കരുത്, അത് തന്നെ നാശത്തിന് ഇടയാക്കും എന്ന്. ക്രൂരവീരനായ നീറോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ നീറോ കുടിച്ചു മത്തനായിരുന്നു വെളിയിൽ ചില്ല് ഗ്ലാസ് നിലത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഗ്ലാസ് കഷണിക്കുന്നതുപോലെ ഞാൻ ക്രിസ്തു മതത്തെ തകർക്കും. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ അധ്വാന ഫലമായി ഉയർന്നു വന്ന ദേവാലയങ്ങൾ നെപ്പോളിയൻ തന്റെ കുതിരകൾക്ക് തൊഴുത്താക്കി മാറ്റി. ഈ നേതാക്കന്മാരുടെ എല്ലാം അന്ത്യം ഏറ്റവും ശോചനീയമായിരുന്നു. അവർക്ക് തങ്ങളുടെ വാക്കുകൾ തിരുത്തി പറയേണ്ടി വന്നു. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളിലും 100% വിജയിച്ചു. പക്ഷേ ക്രിസ്തു മതത്തെ തകർക്കുന്നതിൽ ഞാൻ ഒട്ടും വിജയിച്ചില്ല. അതിന്റെ ശക്തി വലുതാണ് എന്ന് പറഞ്ഞ ഹിറ്റ്ലറും രക്തസാക്ഷികളുടെ രക്തത്തിൽ ഉറച്ചു നിൽക്കുന്ന സഭയെ എതിർക്കുവാൻ ശക്തി പോരാ എന്ന് പറഞ്ഞ മുസോളിനിയും പരിസരബോധമില്ലാതെ പറഞ്ഞ വാക്കുകൾ തിരുത്തി കുറിച്ചു. അങ്ങനെ ഹെറോദേസ് മുതൽ ഇന്നുവരെയുള്ള ദൈവത്തിന്റെ എതിരാളികളെ ശക്തനായവൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും അതിനോട് എതിർക്കുന്നവർക്കും ഇതുതന്നെയായിരിക്കും അനുഭവം. സത്യവും നീതിയും വെച്ചു പുലർത്തുന്നവർക്ക് വിജയം, അല്ലാത്തവർ പരാജയത്തെ മുഖാഭിമുഖം കണ്ടിട്ടേ ലോകത്തിൽ നിന്ന് മരിച്ച മണ്ണിനോട് ചേരും. മേലുദ്ധരിച്ച പ്രവർത്തനത്തിന്റെയും ഉന്നയിച്ച തത്വങ്ങളുടെയും വിവരിച്ച അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മുടെ സ്ഥിതി പരിശോധിക്കണം. ക്രിസ്തു നമ്മുടെ ഉയർച്ചയ്ക്കോ വീഴ്ചയ്ക്കോ ഏതെങ്കിലും ഒന്നിന് കാരണമായി തീരും. ആരെയും അവിടുന്ന് നിർബന്ധിക്കാറില്ല. സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ചുമതല നമ്മുടേത്. അവിടുത്തെ ആദർശം വെടിഞ്ഞാൽ സഭയ്ക്കും യോജിച്ച ജീവിതം നയിക്കാതിരുന്നാൽ നമുക്കും പരാജയം സംഭവിക്കും. മറിച്ച് ജീവിത വിജയത്തിനായി രക്ഷയ്ക്കായി ക്രിസ്തു മാർഗം സ്വീകരിക്കുക. വിശുദ്ധ മത്തായി സ്ഫുടമായ രീതിയിൽ ക്രിസ്തുവിന്റെ പലായനം ലേഖനം ചെയ്തിരിക്കുന്നു. ഉണരുക, ശിശുവിനോടും മാതാവിനോടും കൂടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. താൻ അറിയിക്കുന്നതുവരെ അവിടെ വസിക്കുക. കാരണം ശിശുവിനെ നിർമൂലനം ചെയ്യുന്നതിന് ഹെറോദേസ് അവിടത്തെ അന്വേഷിക്കുന്നു. സകല ജനത്തിനും രക്ഷയുടെ സന്ദേശവുമായി വന്ന ഉണ്ണീശോയെ വധിക്കുന്നതിന് മുമ്പോട്ട് വന്ന വ്യക്തിയാണ് ഹെറോദേസ്. തന്റെ രാജ്യഭരണത്തിന് കോട്ടം തട്ടുമെന്ന് കരുതി വഞ്ചന നിറഞ്ഞ രീതിയിൽ ക്രിസ്തുവിനെ നശിപ്പിക്കുന്നതിന്
ഹെറോദേസ് തയ്യാറാവുകയാണ് ചെയ്തത്. ഏറ്റവും രഹസ്യമായ രീതിയിലായിരുന്നു അയാളുടെ നീക്കം. ജ്ഞാനികൾ ഉണ്ണിയെ ആരാധിക്കുവാൻ പോയപ്പോൾ വഴിതെറ്റി ഹെറോദേസിന്റെ കൊട്ടാരം മുറ്റത്ത് എത്തിച്ചേർന്നു. അപ്പോൾ എനിക്കും ഉണ്ണിയേശുവിനെ ആരാധിക്കണം എന്ന് തന്ത്രപൂർവം പറഞ്ഞു. അവരെ യാത്രയാക്കിയ ശേഷം ക്രിസ്തുവിനെ വധിക്കുന്നതിനുള്ള ഗൂഢാലോചനയുമായി കഴിയുകയായിരുന്നു. എന്നാൽ ആ വഞ്ചന നിറഞ്ഞ ഹൃദയത്തിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുക എളുപ്പമായിരുന്നില്ല. ആ ജ്ഞാനികൾ തിരിച്ച് ആ വഴി വരാതിരുന്നതുകൊണ്ട് താൻ വഞ്ചിക്കപ്പെട്ട് എന്ന് അയാൾ മനസ്സിലാക്കി. കോപിഷ്ഠനായ രാജാവ് ഉണ്ണിയേശുവിനെ വധിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുവാൻ നിശ്ചയിച്ചു. ബത്ലഹേമിലെയും അതിനു ചുറ്റുമുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ചു കളയാൻ അയാൾ കൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ മനുഷ്യന്റെ കാപട്യത്തിന്റെ മുൻപിൽ ദൈവ തിരുമനസ് പരാജയപ്പെടുകയില്ല. അവിടുന്ന് പ്രവാചകൻ മുഖേനെ അരുൾ ചെയ്തത് പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് സ്വപ്നത്തിൽ ദൈവദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിയെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്. ലോകം ഇന്നും എന്നും വഞ്ചന നിറഞ്ഞതാണ്. ആത്മാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത ഒരു ലോകത്തെയാണ് നാം കാണുന്നത്. നന്മയുടെ വിത്തുമായി മുൻപോട്ട് വരുന്നവർക്ക് അത് ഈ ഭൂമുഖത്ത് വിതച്ച് അതിൽ നിന്ന് നന്മ കൊയ്തെടുക്കാൻ സാധിക്കാതെ വരുന്ന മാനവവംശം മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വചനം മാംസം ധരിച്ച പുൽക്കൂട്ടിൽ ജാതനായി. എന്നിരുന്നാലും ആ ജനനം ഒരു വ്യക്തിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നിയതിനാൽ എങ്ങനെയും ആ ശിശുവിനെ നശിപ്പിക്കുന്നതിനാണ് ആ വ്യക്തി ഒരുമ്പെട്ടത്. ഒരു ശിശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി വന്നാൽ എല്ലാ ശിശുക്കളും വധിക്കപ്പെടുക എത്രയോ കഠോരമായ കൽപ്പനയാണിത്. അങ്ങനെ അനേകം നിഷ്കളങ്കരായ ശിശുക്കൾ നിഷ്കരണം വധിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് ലോകത്തിന്റെ വഴിയാണ്. എന്നാൽ ദൈവത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം രക്ഷ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധമ്മ നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അങ്ങനെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആത്മനാഥനെ കാണുവാൻ ആരാധകരിവ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവ
ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിൽ 1000 നാൾ വാഴ്വതേക്കാളെത്ര മോദമേ. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 42. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ഓ എന്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. ആര് എന്നെ വിമർശിച്ചാലും ആര് എന്നോട് ചോദിച്ചാലും അങ്ങയിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എന്റെ കർത്താവേ, അരുളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന എന്റെ ഈശോയെ, ഈ നിമിഷത്തില് എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരികണമേ. അങ്ങ് പുൽക്കൂട്ടിൽ ജനിച്ചു, ദരിദ്രനിൽ ദരിദ്രനായി ജനിച്ചു. ജീവിതത്തിന്റെ ദുഃഖങ്ങള് അങ്ങയുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ അങ്ങ് സഹിച്ചു. അതെല്ലാം എനിക്ക് മാതൃകയാണ്. ഞാനും അങ്ങയുടെ സന്നിധിയില് എന്നെ തന്നെ ഉയർത്തുന്നു. അങ്ങയുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ഞാനും ജീവിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. ഓ എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരികയാണ്. എന്റെ ഹൃദയം അങ്ങേക്കായി കേഴുന്നു. എന്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതിയുടെ ഗാനങ്ങൾ ഒഴുകട്ടെ. ഇതാ ഞാൻ എല്ലാവരോടും ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിപ്പിന്റെ ഗാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. ദൈവസന്നിധേ ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കാ. ദൈവമേ ഗീതം സൂരുവേ പാവി എനിക്ക് ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധേ ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കാ. ദൈവമേ ഗീതം സൂരുവേ പാവി എനിക്ക് ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ. അങ്ങേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ, അങ്ങേക്ക് ആരാധന ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവേ അങ്ങയുടെ ആശീർവാദം കൊണ്ട് നിറയട്ടെ, പുതിയ ശക്തി കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഇതാ ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെയുള്ള ശരീരഭാഗങ്ങളിലേക്ക് അങ്ങയുടെ ശക്തിയുടെ അനുഭവം ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അങ്ങയുടെ മഹത്വം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷത്തിൽ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നതിനെ ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനെ ഓർത്തുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ, അങ്ങേക്ക് ആരാധന ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അങ്ങയുടേതാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെന്നും അങ്ങയിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ. ഉച്ചമുതലുള്ള വരെയുള്ള ശരീരഭാഗങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളും വേദനകളും വിട്ടുമാറിയതിന് അങ്ങേക്ക് നന്ദി പറയുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ മഹത്വം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങ് ഞങ്ങളിൽ വാഴട്ടെ, അങ്ങ് ഞങ്ങളിൽ വാഴട്ടെ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും കൂടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ദാവീദിന്റെ സൂനായ യേശുവേ ഞങ്ങളോട് അരിവ് തോന്നണമേ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കിടാം, സ്തുതിയരുളിടം പരനേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കിടാം, സ്തുതിയരുളിടം പരനേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്കിടാം, സ്തുതിയരുളിടം പരനേ. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ പറവൂർ IMS ധ്യാനഭവനിൽ ആഴ്ചകൾ തോറും ധ്യാനങ്ങൾ നടക്കും. ആലപ്പുഴയിൽ നിന്നും കൊല്ലം റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് IMS ധ്യാനഭവനിൽ എത്തിച്ചേരാം. അവിടെ വന്ന് നിങ്ങൾക്കേവർക്കും ധ്യാനങ്ങൾ സംബന്ധിക്കാം. IMS അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകര് IMS ധ്യാനഭവനത്തിൽ കടന്നുവരുന്നു. IMS അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾക്കും IMSലേക്ക് വരാം. സ്വാഗതം.